കെ.എസ്.ആർ.ടി.സിയിൽ വനിതകൾക്ക് സൗജന്യ യാത്രയുമായി പ്രിയദർശിനി ബസ് സർവീസ് ആരംഭിച്ച ഒരു മാസം പിന്നിടുമ്പോൾ വനിതാ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വനിതാ യാത്രക്കാർ വർദ്ധിക്കുന്നതോടെ സർക്കാരിന് ചിലവും കൂടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ 25 ലക്ഷത്തോളം സ്ത്രീകൾ ഒരു മാസത്തിനിടയിൽ സൗജന്യ യാത്ര നടത്തി. ഗ്രാമീണ മേഖലയിലും വനിതാ യാത്രക്കാർ വർദ്ധിക്കുമ്പോൾ പല റൂട്ടുകളിലും കെ.എസ്.ആർ.ടി.സി സർവീസ് ഇല്ലാത്തതും നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ മുടങ്ങിയതും പദ്ധതിയുടെ പ്രയോജനം സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകാനും കാരണമാകുന്നുണ്ട്. സൗജന്യ യാത്രാ സൗകര്യം നിലവിൽ വന്നതോടെ യാത്രാ ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കുന്നതായി വനിതാ യാത്രക്കാർ പറയുന്നു. ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ് സർവീസ് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നത്. ദിവസേന വണ്ടിക്കൂലിക്കായി ചെലവഴിച്ചിരുന്ന തുക ലാഭിക്കാനാകുന്നതോടെ കുടുംബ ചെലവുകൾക്കും മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി കൂടുതൽ തുക മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഞാൻ പ്രിയദർശിനി യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഒരു മാസത്തോളം ആകുന്നുണ്ടല്ലോ. ആ ഒരു മാസത്തോളം എനിക്ക് ഇത്ര നാളും ബസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നതോടെ സാലറിയും അതിൽ നിന്ന് മാറ്റി വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആ വണ്ടിക്കൂലി മാറ്റി വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം കാശ് നിൽക്കുന്നുണ്ട്. പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഞങ്ങളെപ്പോണക്ക് സാധാരണക്കാർക്ക് ഒരുപാട് ഫലപ്രദമായിരുന്നു. ഞാനെന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും കെ.എസ്.ആർ.ടി.സി ബസ്സിന് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. അതോളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രിയദർശിനി യാത്രാ സൗകര്യം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പ്രിയദർശിനി കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്തായാലും ബസ് ഫെയർ കുറച്ച് മിച്ചം വയ്ക്കാൻ പറ്റുന്നു. മുമ്പ് ശമ്പളത്തിൻ്റെ നല്ലൊരു പങ്ക് യാത്രാ ചെലവിനായിരുന്നു. ഇപ്പോൾ ആ തുക ലാഭിക്കാനാകുന്നത് വലിയ ആശ്വാസമാണ്. പലർക്കും പ്രതിമാസം 3000 രൂപയിലധികം ലാഭിക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ റൂട്ടുകളിലേക്ക് പ്രിയദർശിനി സർവീസ് വ്യാപിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതേസമയം സ്ത്രീ യാത്രക്കാരിൽ വലിയൊരു വിഭാഗം പ്രിയദർശിനി സർവീസിലേക്ക് മാറിയതോടെ ചില റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതായി പരാതി ഉയരുന്നു. ഇന്ധനവില, ജീവനക്കാരുടെ വേതനം, അറ്റകുറ്റപ്പണി എന്നിവ വർദ്ധിച്ച സാഹചര്യത്തിൽ വരുമാനക്കുറവ് മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നും ബസ് ഉടമകൾ പറയുന്നു. പ്രിയദർശിനി സർവീസ് പൊതുഗതാഗതത്തിന് ഗുണകരമായ മാറ്റം സൃഷ്ടിച്ചെങ്കിലും സ്വകാര്യ ബസ് മേഖലയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു.